ആക്ടേഴ്സ് സ്ഥിരം ചെയ്ത പരിപാടികളിൽ നിന്നൊന്ന് മാറ്റി ചെയ്തു നോക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എനിക്ക്. ഇത് ചേട്ടൻ്റെ ഫസ്റ്റ് മൂവി അല്ലേ, ഡയറക്ട് ചെയ്യുന്ന ആദ്യത്തെ സിനിമ. ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു അല്ലേ? ഒരുപാട് ആഡുകളും ചെയ്തിട്ടുണ്ട് മഹേഷ്. ആഡ്സ് ആണ് കൂടുതലും ചെയ്തത്. അയ്യോ, അച്ഛനായിട്ടല്ലേ ഞാൻ പറഞ്ഞത്. ആ ഒരു സ്വഭാവ സവിശേഷതകളാണ് പറഞ്ഞത്. അതിനോടാണോ ഇതിനോടാണോ? ഏതിനാ നല്ല വെച്ചാൽ അതിനോട്. ബാലചേട്ടന്റെ ക്യാരക്ടേഴ്സ് ബാലചേട്ടനെ എങ്ങനെയാണെങ്കിലും നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റും. അനശ്വരയുടെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന മറ്റേ ഭാഗ്യനായക എന്നൊക്കെ പറയുന്നു. പക്ഷെ ശരിക്കിത് ഭാഗ്യമല്ല, അവരുടെ സ്ക്രിപ്റ്റ് സെലക്ഷന്റെയും അതിന്റെ ഗുണമാണ്. എന്ത് പ്ലാൻ ചെയ്താലും നടക്കൂല, ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ ഒന്ന് ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട്. നമസ്കാരം. ഇന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി അതിലെ ഡയറക്ടർ മഹേഷ് മധു ആൻഡ് അതിലെ ലീഡ് ആക്ടർ ബാലു വർഗീസ്. നമസ്കാരം. നമസ്കാരം. സിനിമ ആക്ച്വലി തിയേറ്റർ റിലീസിന് ശേഷമാണ്, സോ ഐ ക്യാൻ സ്പീക്ക് അതിനെപ്പറ്റി, സിനിമയെ പറ്റി പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അതിന്റെ ഒരു ടോട്ടൽ ആ ഒരു റണ്ണിങ്ങില് മൊത്തം സിനിമയുടെ ഒരു മൊത്തം ഓരോ പ്ലേസ്മെന്റ്, ഓരോ ചെറിയ ചെറിയ ഐറ്റംസിന്റെ പ്ലേസ്മെന്റ് പോലും നമുക്കൊരു ഡയറക്ടറിന്റെ ഒരു ഇൻവോൾവ്മെന്റ് അതിൽ ശരിക്കും കാണാനുണ്ട്. ഈവൻ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് നേരം ആ ഒരു ഒരേ ഫ്രെയിമും കാര്യങ്ങളും കണ്ടുകൊണ്ടിരുന്നിട്ട് വാട്ട് വാസ് ദാറ്റ് തിങ് ദറ്റ് മെയ്ഡ് യു ഫീൽ ലൈക്ക് ഇത് മാറ്റിപ്പിടിക്കുക, ലൈക്ക് പ്രേക്ഷകർ അത് കണ്ടാലും മടുക്കില്ല, ഇത് എന്തായാലും അവർ കണ്ടുകൊണ്ടിരിക്കും തോന്നിയ ഒരു എലമെന്റ് എന്താ? ഒരുപാട് നേരം ആ സെയിം ഫ്രെയിം തന്നെ നമ്മൾ കാണുമ്പോൾ വാട്ട് വാസ് ദാറ്റ് കീ പോയിന്റ് ദാറ്റ് യു വർ കോൺഫിഡന്റ്? ഇങ്ങനൊരു സ്ക്രിപ്റ്റ് പിച്ച് ചെയ്യുമ്പോൾ ആദ്യം മനസ്സിൽ തോന്നി പേടി ഒരു റൂമിൽ ആണല്ലോ. ഇത് ഒരുപാട് ഈ കാഴ്ചകളെല്ലാം ഒരു റൂമിൽ തന്നെ ഒതുങ്ങിയാൽ ഇത് ആളുകൾക്ക് കുറച്ച് അരോചകമാകുമോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മേക്കിങ്ങിൽ നമ്മൾ അങ്ങനെയാണ് ഒരു പരിപാടി പ്ലാൻ ചെയ്ത് തന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സീൻ പറഞ്ഞാൽ എല്ലാ സീനുകളും എനിക്ക് ഇത് കണ്ടാൽ രസമാവും എന്ന് തോന്നി തന്നെ ചെയ്തേക്കുന്നതാണ്. അത് വർക്കായിട്ടുണ്ട്. ഇപ്പം ഇത് ആക്ച്വലി ഇപ്പം ന്യൂ ഇയർ ആണല്ലോ. ഞാൻ നിങ്ങൾ റീസെന്റ് ഇന്റർവ്യൂവിൽ കണ്ടാണ് നിങ്ങൾക്ക് ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ കാര്യം ബാലചേട്ടൻ പറഞ്ഞു ഫോൺ ഉപയോഗിക്കും കുറയ്ക്കുമെന്ന്. കുറഞ്ഞോ? അല്ല, ഞാനിങ്ങനെ ചോദിക്കാം, നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഞാനും കുറച്ചാളും ഒരു റെസൊല്യൂഷൻ ഉണ്ടായിരുന്നു ജിമ്മിൽ പോകുന്നൊക്കെ, ഒന്നും നടന്നില്ല. ഇപ്പൊ അതുകൊണ്ട് ചേട്ടൻ റെസൊല്യൂഷൻ ഉണ്ടായിരുന്നു? ഞാനിപ്പോ അങ്ങനത്തെ ഒരു പരിപാടി പിടിച്ചു. കാര്യം ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ നല്ല പരിപാടി ഒന്നല്ലോ, ആഗ്രഹമുള്ള സമയത്ത് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക. അപ്പോൾ എനിക്കിപ്പോ കുറച്ചു നാളായിട്ട് വർക്കൗട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം തടിയൊക്കെ ഇപ്പോൾ അതിനുവേണ്ടി ഒരു പടവും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതെനിക്കൊരു കാരണമായിരുന്നു. നമ്മുടെ പടത്തിൽ അത്യാവശ്യം തടി ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചൊന്നും കുറക്കാൻ വേണ്ടി ഇനിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ന്യൂ ഇയറിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണമെന്നില്ല. അത് ന്യൂ ഇയറിന് മുമ്പ് ഫോണോ ഫോൺ അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് ഫോൺ പരിപാടിയൊന്നുമില്ല. ഞാൻ ഷൂട്ടിലായതുകൊണ്ട് അങ്ങനെ തീരെ ഫോൺ എടുക്കുന്ന പരിപാടി ഇല്ല. പിന്നെ ഞാനും അച്ചുവും കൂടി തന്നെയാണ്, അർജുനും കൂടി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു വേറൊരു ഗുണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ നോക്കാണ്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റും. ഈ കാരവൻ കൾച്ചർ പരിപാടി നമ്മൾ ആൾക്കാർ പറയുമല്ലോ, ആ ഒരു ടേം പോലെ പറയണ പോലെ മറ്റേ ഓരോരുത്തരും പല പല കാരവനിൽ ഷോർട്ട് സമയത്ത് വരും. ആ സമയത്ത് നമുക്ക് ആ ഒരു പരിപാടി ഇല്ല. അപ്പൊ ഈ ലൊക്കേഷൻ ഇപ്പൊ സുമതിയുടെ ലൊക്കേഷനിലാണെങ്കിലും നമ്മളിപ്പോ ഞാനും അച്ചുവും വന്ന് വേറെ നമ്മുടെ ഫ്രണ്ട്സും കൊണ്ട് എല്ലാവരും കൂടി നമ്മൾ ഇരുന്ന് സംസാരവും പരിപാടി ആയിരിക്കുള്ളൂ. അപ്പൊ ഫോൺ നോക്കല് അങ്ങനെ ഞാൻ അറിയാണ്ട് തന്നെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ആകെ വീട്ടിലേക്ക് മോനെ വിളിക്കണ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ. എനിക്ക് പരിപാടികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം എന്തെങ്കിലും റെസൊല്യൂഷൻ പിടിക്കാൻ. ന്യൂ ഇയറിനല്ലേ പൊതുവെ പ്ലാൻ ചെയ്താലും നടക്കൂല, ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ ഒന്ന് ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ന്യൂ ഇയറിനായിട്ട് പ്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ല. അതൊരു പ്രത്യേക നമുക്ക് മാനസികമായിട്ട് എപ്പോ ഒരു സാധനം ചെയ്യണമെന്ന് എപ്പോ ചെയ്യാം. അല്ലാതെ ഒരു കാര്യം ഇനി ന്യൂ ഇയർ വെയിറ്റ് ചെയ്തിട്ട് 1-ാം തീയതി രാവിലെ 1-ാം തീയതി രാവിലെ നാളെ ആവട്ടെ നല്ല സാധനത്തിലേക്ക് പോകും. ഈ ന്യൂ ഇയർ പ്ലാൻ ചെയ്തിട്ട് ആ ന്യൂ ഇയർ ആകുമ്പോൾ നടക്കൂലല്ലോ, നടന്നത് ഡ്രോപ്പ് ആവും. പിന്നെ ഇനി അടുത്ത ന്യൂ ഇയർ ആവട്ടെ, അപ്പൊ അടുത്ത ന്യൂ ഇയറിന് പ്ലാൻ ചെയ്ത് അത് നടക്കൂല, പിന്നെ അടുത്ത ന്യൂ ഇയർ ആവട്ടെ, അങ്ങനെ പോകും. പറഞ്ഞപ്പോ തന്നെ 3 ന്യൂ ഇയർ പോയി. എല്ലാരും കാര്യമായിട്ട് അതല്ലേ. അതെ. അപ്പൊ ഇത് ചേട്ടൻ ഫസ്റ്റ് മൂവി അല്ലേ, ഡയറക്ട് ചെയ്യുന്ന ആദ്യത്തെ സിനിമ. ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു അല്ലേ? ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു, പക്ഷെ അത് ലാസ്റ്റ് ഒരുപാട് ആഡുകളും ചെയ്തിട്ടുണ്ട്. പക്ഷെ മൂവി ആദ്യമായിട്ടാണ്. അപ്പൊ അത് നമുക്ക് ചെയ്യുമ്പോ ഒരു ചെറിയൊരു പേടി എന്നല്ല, ജസ്റ്റ് നമുക്കൊരു ഒരു ഉള്ളിലൊരു പേടി തന്നെയാണോ? പേടി തന്നെ ഒരു ഉള്ളിൽ ഇതുണ്ടാവും. നമുക്കൊരു വേണോന്നല്ല,
അത് നമ്മൾ ഒരുപാട് ചെയ്താൽ എന്താകും എന്നൊരു കാത്തിരുന്ന് നമ്മൾ ട്രൈ ചെയ്ത ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടും പ്രയത്നത്തിൻ്റെ ഒടുവിൽ സംഭവിക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് അങ്ങനെ തോന്നൂല, പേടി തോന്നും എന്തായാലും. പക്ഷേ ആയുഷിനെയും നമ്മളുടെയും എല്ലാവരും ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെ പുണ്യാളനെ പോലെ, ഇപ്പോൾ അവിടുത്തെ പറയുന്ന പുണ്യാളനെ പോലെ നമ്മുടെ ലിഗോ സാർ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് പടത്തിനെ പറ്റി അത്ര ധാരണ ഉണ്ടായിരുന്നു. അതിനെ എങ്ങനെ നമുക്ക് ചെയ്യണം, എൻ്റെ ഒരു 90% പേടി അതിനകത്ത് തന്നെയായിരുന്നു. സാധാരണ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു പ്രശ്നം അതായിരിക്കും. കാര്യം നമ്മൾക്ക് ഇപ്പോൾ ഒരു ഡയറക്ടറിന് തലയിൽ കുറേ സംഭവം ഉണ്ടാവും, നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ചെയ്യാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ 10,000 രൂപ കൊണ്ട് ചെയ്യേണ്ട സാധനം 250 രൂപ കൊടുത്തിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കളയും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ചിലപ്പോൾ വരാം, അങ്ങനത്തെ ഒരു അവസ്ഥ പടം കണ്ടതല്ലേ. പക്ഷെ നമുക്ക് ആ ഒരു ഗ്രാൻഡോറിൽ ആ ഒരു രീതിയിൽ ചെയ്യാൻ നമ്മൾ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രൊഡക്ഷൻ സൈഡും അങ്ങനെ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അല്ല, പ്രൊഡക്ഷൻ സൈഡ് സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കും നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാൻ. പേടി കുറയാനുള്ള ഒരു മെയിൻ റീസൺ നമ്മുടെ ലിഗോ സാർ തന്നെയാണ്. അതെ, ഈ സിനിമയിൽ അത്യാവശ്യം നല്ല ഒരു സോങ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് ഓപ്പണിംഗിൽ തന്നെ, ആ യാത്രയുടെ ഒരു സമയത്തൊക്കെ അത് ഒരുപാട് പേര് എന്താ പറയാ ഈ എക്സ്ട്രാ അവരിങ്ങനെ കവർ പോലെ പാടിയിടുക. ആൻഡ് എൻ്റെ ജസ്റ്റ് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ജസ്റ്റ് ചോദിക്കുകയാണ്, ഒരു സിനിമയുടെ പാട്ടുകളുടെ റെലവൻസ് ആ സിനിമയെ ലിഫ്റ്റ് ചെയ്യുമെന്ന് തോന്നിയിട്ടുണ്ടോ? നല്ല പാട്ടുകൾ ഉണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് ഗ്രാജുവലി ഒരു ലിഫ്റ്റ് ഉണ്ടാകുമെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ബിക്കോസ് ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ് ദാറ്റ് വേ. ഉണ്ടോ? തോന്നിയിട്ടില്ലേ? എനിക്ക് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? കാരണം നമ്മള് എല്ലാ കാര്യങ്ങളും ഒരു സിനിമയെ സംബന്ധിച്ച് അതിന്റെ പാട്ട് മാത്രമല്ല, പാട്ട് നമുക്ക് കാണുമ്പോഴുള്ള വിഷ്വല്, ആക്ടേഴ്സിന്റെ പെർഫോമൻസ്, ഇതെങ്ങനെയാണ് എഡിറ്റ് ചെയ്തേക്കുന്ന രീതി, എല്ലാം ഇതിനകത്ത് നമുക്ക് ഈ ബിഫോർ റിലീസ് ഒക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ രോമാഞ്ചം സിനിമയിലൊക്കെ മറ്റേ ആ പാട്ടുണ്ടല്ലോ, ആ പാട്ടാണ് ആദ്യം നമ്മൾ ഫസ്റ്റ് അത് കേട്ടിട്ടാണ് നമ്മൾ പയ്യെ സിനിമയിലേക്ക് പോയത്. അതെ, പക്ഷെ ആ സിനിമ മോശമായിരുന്നെങ്കിൽ പാട്ടൊന്നും ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ എല്ലാം എന്താ കണക്റ്റഡാ. ഇതെല്ലാം നന്നായാലേ കൃത്യമായിട്ട് വന്നാലേ പോകുള്ളൂ. പ്രൊഡ്യൂസറിനോട് സംസാരിച്ചപ്പോ മനസ്സിലായ കാര്യം, ബാലു ചേട്ടൻ ഇങ്ങനെ ഒരു പ്രീസ്റ്റ് ആയിട്ട് ഇതിൽ കണ്ടു, എനിക്കത് ഇവിടുന്ന് തന്നെ കിട്ടണം. എങ്ങനെ തോന്നി ലൈക്ക് ഹൗ ഡിഡ് യു പിക്ചർ ഇറ്റ് ആസ് എ പ്രീസ്റ്റ്? ഞാൻ ആക്ച്വലി ബാലുചേട്ടൻ ഭയങ്കര ഫാനാണ്. ബാലുചേട്ടൻ്റെ ക്യാരക്ടേഴ്സ്, ബാലുചേട്ടൻ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നറേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ വേണമെങ്കിലും നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ തോന്നിയൊരു ആശയത്തിലാണ് ബാലുചേട്ടൻ. ഇത് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ, ബാലുചേട്ടൻ എപ്പോഴും ഇങ്ങനെ കോമഡി ഫൺ അല്ലേ. അപ്പോൾ അങ്ങനെ തോന്നി, അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വർക്കൗട്ടായി. ഈ ബാലുചേട്ടൻ്റെ ഇതെന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കി കണ്ടത് ഹണിബിയുടെ ഇതാ ഫീൽ. സത്യം, ബാലുചേട്ടൻ എന്ന് പറയുമ്പോൾ ഹണിബിയിലെ നമുക്ക് ആ ഒരു ക്യാരക്ടർ നമുക്കിങ്ങനെ പതിഞ്ഞിരിക്കണത്. അതിൽ നിന്ന് പെട്ടെന്ന് ഈ സിനിമ കണ്ടപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെയും പറ്റും, ഇങ്ങനെ ഒരാളെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും തോന്നി. ജാനേമൻ ക്യാരക്ടർ കിട്ടില്ലല്ലേ? അതെ, അത് പക്ഷെ എനിക്ക് പേഴ്സണൽ ഒപ്പീനിയൻ ഹണിബി. അത് തന്നെ എനിക്ക് ചേട്ടൻ ഡിഫറെന്റ് ഞെട്ടിപ്പോയ പരിപാടിയാണ്. പക്ഷേ ആദ്യം നിൽക്കുന്ന മെമ്മറി എന്നുള്ള സംഭവം ഉണ്ടല്ലോ, കോർ മെമ്മറി എന്നുള്ള സാധനം ഉണ്ടല്ലോ, അതും ഇപ്പോഴും എനിക്ക് കിട്ടാറുള്ള പരിപാടിയാണ്. കുറെ സ്ഥലത്ത് വരുമ്പോ നമ്മുടെ ദുബായില് ട്രെയിലർ ലോഞ്ചിനൊക്കെ പോകുമ്പോഴും അവിടെ ഇപ്പോഴും എന്റെ പേര് കിട്ടില്ല. അല്ല, പക്ഷെ ആ ഒരു അത് രണ്ട് പാർട്ടുണ്ടായിരുന്നു, ഹണീബി 1 and 2 രണ്ടിലും ആ ഒരു സെയിം മീറ്റർ അടിച്ചിട്ട് നമുക്ക് അത് മനസ്സിൽ പോവില്ല. അത് എത്ര ശ്രമിച്ചാൽ നമുക്ക് മനസ്സിൽ പോവില്ല. അല്ല, ആക്ച്വലി ഭയങ്കര ഭാഗ്യമാണ് നമ്മുടെ ക്യാരക്ടറിന്റെ പേര് പറഞ്ഞ ആൾക്കാർ ഓർത്ത് വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ, എനിക്ക് തോന്നില്ല മത്സരം കുറച്ചുകൂടെ റിയൽ ലൈഫിലുള്ള ഒരു ക്യാരക്ടർ അതിനോട് ചേർന്ന് കിടക്കുന്നതാണോ ആസ് ഈ ഒരു ക്യാരക്ടറിനോട് ചേർന്ന് നിൽക്കുന്നതാണോ? അയ്യോ, അച്ഛനായിട്ടല്ലേ ഞാൻ പറഞ്ഞത്. ആ ഒരു സ്വഭാവ സവിശേഷതകളാണ് പറഞ്ഞത്. അതിനോടാണോ ഇതിനോടാണോ? ഏതിനാ നല്ല വെച്ചാൽ അതിന്റെ കൂടെ എടുത്തു. ഞാൻ വേറൊരു മനുഷ്യനാണ്. ബാലുചേട്ടൻ ആസ് എ പ്രീസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു അച്ഛനായിട്ട് സിനിമയിൽ ആദ്യമായിട്ടല്ലേ അഭിനയിക്കുന്നുണ്ടാവുക. എപ്പോഴെങ്കിലും റിയൽ ലൈഫിൽ വീട്ടിൽ നിന്ന് ഉന്തിത്തള്ളി വിടാൻ നോക്കിയിട്ടുണ്ടോ സെമിനാറിലേക്ക് പഠിക്കാൻ? ഒന്നാമത്തെ കാര്യം വീട്ടിൽ നിന്ന് ഉന്തിത്തള്ളി വിടുന്ന പരിപാടി അങ്ങനെയല്ല. ട്രൈ ചെയ്തിട്ടുണ്ടോ വിടാൻ? വീട്ടുകാര് ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ടില്ല. അല്ല, പണ്ട് ഈ പറഞ്ഞ ചെറുപ്പത്തിലേക്ക് അങ്ങനെയൊക്കെ മറ്റേ ഒരു പ്രായത്തിന് മുമ്പൊക്കെ ഒരു വൈദികനാകണം എന്നൊക്കെ പറഞ്ഞ വിദേശത്തിനൊക്കെ പോയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായി നല്ല കാര്യം ചെയ്യാൻ വേണ്ടി പള്ളിയിലച്ഛനാവണ്ട, വേറെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ പതുക്കെ ഞങ്ങൾ വിട്ടു. അതില് അങ്ങനത്തെ റിഗ്രറ്റ് ഒന്നും ഇല്ലല്ലോ. ഇതല്ലേ സൂപ്പർ
അങ്ങനെയൊന്നുമില്ല, അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് പോലെ ഇരിക്കും. നിങ്ങളുടെ കാഴ്ചപ്പാട് എന്റെ കാഴ്ചപ്പാട് ഞാനിപ്പോ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഭാര്യയുണ്ട്, നല്ല ഹാപ്പിയായിട്ട് എന്റെ കൊച്ചിന്റെ നല്ല അടിപൊളി അച്ഛനായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ കൊച്ചിന്റെ അച്ഛനായി ഹാപ്പിയായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ആസ് എ ജസ്റ്റ് ചോദിക്കട്ടെ, ഒരു അച്ഛൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അല്ലാതെ ഒരു കുട്ടിയുടെ ഫാദറായിട്ട് നിൽക്കുമ്പോൾ അത് എന്തോരം ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ബാലചേട്ടനിൽ? കാരണം ഞാൻ ഈ റീസെന്റ് പൃഥ്വിരാജിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ അത് പറഞ്ഞു, ജെന്യുവൻലി നമുക്ക് ഒരാൾ ഇത്രയും സ്നേഹിക്കാൻ പറ്റുന്ന അറിഞ്ഞത് കുട്ടി ഉണ്ടായതിനു ശേഷം. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും അവനായിരിക്കുള്ളൂ. ഇപ്പൊ ഞാനായാലും എന്റെ വൈഫായാലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ അതിനു മുമ്പ് ഇപ്പൊ നമ്മുടെ ചോദിച്ചു ഏറ്റവും കൂടുതൽ ആരെ സ്നേഹിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഇത് ആരായിരിക്കും എന്ന് പറഞ്ഞ, അച്ഛനെയാണോ അമ്മനെയാണോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിനെയാണോ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ഇതുണ്ടാവും. അപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞു, അപ്പോൾ നമ്മളിപ്പോൾ ഭാര്യ എന്നൊക്കെ പറഞ്ഞാലും കുഞ്ഞിൻ്റെ കഴിയുമ്പോൾ വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ആരിനെ ഏറ്റവും കൂടുതൽ ലോകത്ത് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് നേരെ പറയാൻ പറ്റും, അത് കുഞ്ഞിനെ തന്നെയാണ്. അത് ഭാര്യക്കായാലും ഭർത്താവിനായാലും പറയാൻ പറ്റും സിമ്പിളായിട്ട്. അത് എന്തുകൊണ്ടാണ് അത് ഉണ്ടായി വരുന്നൊരു ബോണ്ടിൻ്റെ ഒരു സുഖമാണ്. ചേട്ടന് ഇനി മുൻപോട്ട് സിനിമകൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എന്തായാലും, ഒബ്വിയസ്ലി ഉണ്ടാവും. ആ ഒരു ആഗ്രഹത്തിൽ വെറൈറ്റി സംഭവങ്ങൾ പിടിക്കണം എന്നാണോ, അതോ ചേട്ടന് താല്പര്യമുള്ളൊരു ഫീൽഡിൽ പോകണം എന്നാണോ ആഗ്രഹം? ഇല്ല, എൻ്റെ പണ്ടും ഇപ്പോഴും ഒക്കെ താല്പര്യം സിനിമ തന്നെയാണ്. ജോണറാണോ ചോദിച്ചത്? സിനിമയുടെ ജോണർ. ജോണർ എനിക്ക് ആക്ച്വലി ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു പരിപാടി പിടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നൊരു ഇതിലേക്ക്. എനിക്ക് കൂടുതലും ത്രില്ലേഴ്സ്, നോൺ ലീനിയർ, ഹൈപ്പർ ലിങ്ക് അത്തരത്തിലെ പരിപാടികളാണ് ആണ് എഴുതുന്നതും. ഇനി അടുത്തൊരു പരിപാടി ഓണായിട്ട് ട്രിപ്പുണ്ട്, അതും ഒരു ഹൈപ്പർ ലിങ്ക്, നോൺ ലീനിയർ ത്രില്ലേഴ്സാണ് കൂടുതലും. അതെ, അനശ്വരനെ ഈ ഒരു സിനിമയിൽ കാസ്റ്റ് ചെയ്തപ്പോൾ ആക്ച്വലി പുള്ളിക്കാരി ഇപ്പം എന്താ പറയുക, ഒരു ലക്കി അല്ലെങ്കിൽ ചെയ്ത സിനിമ തൊട്ടതെല്ലാം പൊന്നാവുന്നൊരു ആക്ടറാണ് പുള്ളിക്കാരി. അപ്പോൾ കാസ്റ്റ് ചെയ്തപ്പോൾ എന്തായിരിക്കും, കാരണം കുറച്ച് ഇച്ചിരി ആളുടെ സ്ഥിരം ചെയ്തിട്ടുള്ളതിനേക്കാൾ ഇച്ചിരി വ്യത്യാസമുള്ള കുറച്ച് മൂവ്മെന്റ്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഹൗ ഡിഡ് യു പിക്ചർ ഹെർ ഇൻ ദിസ് ക്യാരക്ടർ? നേരത്തെ ചോദിച്ചത് തന്നെയാണ് ഉത്തരം. നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ആക്ടേഴ്സ് സ്ഥിരം ചെയ്ത പരിപാടികളിൽ നിന്നൊന്ന് മാറ്റി ചെയ്തു നോക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എനിക്ക് എപ്പോഴും. നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഈ ആൾ ഈ ക്യാരക്ടറായിരിക്കും കൂടുതൽ ചെയ്യുന്നത്, അതിൽ നിന്നൊന്ന് മാറ്റി പിടിക്കണമെന്ന് ചിന്തിച്ചിട്ടാണ് അങ്ങനെ. അനശ്വര ഒരു 2 രീതിയിലുള്ളൊരു ഷെയ്ഡ് ഉണ്ടല്ലോ, അത് പ്രതീക്ഷിച്ചിരുന്നു അല്ലല്ലോ? അപ്പൊ അതാണ് എൻ്റെ കിക്ക്, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന. പിന്നെ നേരത്തെ പറഞ്ഞൊരു പരിപാടിയില്ല, ഇപ്പൊ അനശ്വരയുടെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന മറ്റേ ഭാഗ്യനായക എന്നൊക്കെ പറയുന്നു. പക്ഷെ ശരിക്കിത് ഭാഗ്യമല്ല, അവരുടെ സ്ക്രിപ്റ്റ് സെലക്ഷന്റെയും അതിന്റെ എഫേർട്ടിന്റെയും ഗുണമാണ്. കാര്യം അവര് ചിലപ്പോൾ നമ്മൾ പല രീതിയിൽ ഭയങ്കര എഫേർട്ട് ഇട്ട് കാര്യം ഉണ്ടാവില്ലായിരിക്കും. നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന പരിപാടിയിൽ ഇപ്പോൾ വർക്ക് അല്ലെങ്കിൽ ഇത് അതൊന്നും ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. കുറച്ച് മുമ്പ് ഒരു ഇന്റർവ്യൂ കണ്ടല്ലേ, ഇതിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട ക്യാരക്ടർ, ഞാൻ എല്ലാത്തിലും എഫേർട്ട് ഇടും, സെയിം ഈക്വൽ എഫേർട്ട്, ആളുടെ എഫേർട്ട്. പക്ഷെ ഐ ബിലീവ് ദാറ്റ് ദിസ് 1% ഓഫ് ലക്ക് സംവെയർ എൽസ്. നമുക്ക് എവിടെയെങ്കിലും ഒരു ശതമാനമെങ്കിലും ഭാഗ്യം നമുക്ക് ഉണ്ടാവില്ല, ആ ഒരു ഭാഗ്യം ആൾക്ക് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ചെയ്തതെല്ലാം, ഈവൻ പാട്ടുകളാണെങ്കിലും അല്ലെങ്കിൽ മൂവീസ് എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആൾ. അപ്പൊ ആ ഒരു വ്യക്തിയെ സെലക്ട് ചെയ്ത് കാസ്റ്റ് ചെയ്തപ്പോൾ ഐ ജസ്റ്റ് വോണ്ട് ടു നോ എന്താണ് ഈ ഒരു ചിന്തിച്ചതെന്നുള്ളത്. പിന്നെ സിനിമയെ പറ്റി പറയുമ്പോൾ ഐ തിങ്ക് യങ്സ്റ്റേഴ്സ് ഈ സിനിമേനെ വല്ലാണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഇച്ചിരി ഏജ് ഉള്ള അല്ലെങ്കിൽ ഇപ്പൊ ഫാമിലീസ് ഒരുപാടുണ്ട്. ഇപ്പൊ കുട്ടികൾക്കൊക്കെ കണ്ടാൽ ഇതിനെ ഭയങ്കര ആ ഒരു ബേസിക്കലി പറഞ്ഞ അർജുന അശോകന്റെ ഒരു മൂവ്മെന്റ് ഉള്ള മൊത്തം ഈ ചെറുത്താൻ ഓടുന്ന ഒരു ഓട്ടം അല്ലെങ്കിൽ അതൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ സിനിമ ആക്ച്വലി യങ്സ്റ്റേഴ്സിലാണ് കൂടുതലും എല്ലാവരും കണ്ടുവരുന്നത്. ലൈക്ക് ഒരുപാട് യങ്സ്റ്റേഴ്സ് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പിക്കും ഇതാണല്ലോ. പക്ഷെ ഫാമിലി ഓഡിയൻസിലും ഒരുപാട് ഈ സിനിമ എൻഗേജിങ് ആണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് കാണാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ സിനിമ റിലീസ് ആയിട്ടുണ്ട്, നല്ല സക്സസ്ഫുള്ളി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ചേട്ടൻ ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ, ചേട്ടൻ ഒരുപാട് സിനിമകൾ ഹിറ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.